നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ 50ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ വിജയകരമായി 50ാമത്തെ പ്രഭാതത്തിലേക്ക് ബി പോസിറ്റീവ് കണ്ണു തുറന്നിരിക്കുകയാണ്. ഞങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. പുതിയ ആശയങ്ങളും പുതിയ ഉണർവുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ബി പോസിറ്റീവിന് നല്ല പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനിയും തുടരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ ഊർജം. ബി പോസിറ്റീവിന്റെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമുക്ക് കടക്കാം, അല്ലെ ശ്രീലക്ഷ്മി? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ന് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. 50ാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിൽ പറയുമ്പോഴേക്ക് ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കും പോലെയാണ് ബി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ. വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇത്രയും എപ്പിസോഡ് കടന്നു വന്നിരിക്കുകയാണ്. ഒരുപാട് സംഗീതങ്ങളും ചരിത്രങ്ങളും ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സ് എല്ലാം നമ്മൾ കേട്ട് വരുവാണ്. പ്രഭാതത്തിൽ വളരെയധികം ഊർജ്ജമായിട്ടുള്ള ഒരു എപ്പിസോഡ്സും സെഗ്മെന്റ്സും എല്ലാം നമ്മൾ കണ്ടു വരുവാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എനർജറ്റിക് ആയിട്ട് എല്ലാവരും ബി പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ സെഗ്മെന്റിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് സെഗ്മെന്റ് ശുഭസംഗീതം. കല്ലോലിനി തീരമണഞ്ഞു കാവ്യ നർത്തകിയുണർന്നു കാറ്റിൻ മർമരലാളനമേറ്റിൻ മിഴിയും മനവും കുളിരണിഞ്ഞു പല്ലവി പാടാൻ ഒരുങ്ങി നിന്നു കല്ലോലിനി. ചന്ദ്രിക നീരാളം പുതച്ചുറങ്ങി സുന്ദരിയാകും തീരഭൂമി. ചന്ദ്രിക നീരാളം പുതച്ചുറങ്ങി സുന്ദരിയാകും തീരഭൂമി. സൗഗന്ധികങ്ങൾ വിടരും യാമത്തിൽ സ്വരകന്യകൾ നൃത്തമാടി. സൗഗന്ധികങ്ങൾ വിടരും യാമത്തിൽ സ്വരകന്യകൾ നൃത്തമാടി. അനുപല്ലവിയായൻ ചുണ്ടിലൂറി കല്ലോലിനി. ഇന്നത്തെയും പോലെ തന്നെ ഇന്നും ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്ന് മാർച്ച് 18 ഇതേ സമയത്ത് 1996 ഒഡീസിയസ് ഇലിറ്റ്സ്, അതായത് ഗ്രീക്ക് സാഹിത്യകാരനാണ്, അദ്ദേഹം അന്തരിച്ച ദിവസമാണെന്ന്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ജേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി, ബോളിവുഡിലെ ഒരു ഇതിഹാസത്തിന്റെ ജന്മദിനം കൂടിയാണ് മാർച്ച് 18. 1938 മാർച്ച് 18-ാം തീയതിയായിരുന്നു ബോളിവുഡ് സംവിധായകനും നടനും ഒക്കെ ആയിരുന്ന ശശി കപൂർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കലിയുഗ്, അതുപോലെ കഭി കഭി പോലുള്ള സിനിമകളെല്ലാം വളരെ പ്രശസ്തമാണ്. ഏതായാലും നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. ധാരാളം ചരിത്ര സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഗ്മെന്റാണ് അടുത്തത്, ചരിത്രത്തിൽ ഇന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്ന ഒരു ബാങ്ക് നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ബാങ്കായി മാറിയിരിക്കുകയാണ്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ മാത്രമല്ല, ഈ കാരുണ്യമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും കലാവിഭവങ്ങളിലായിട്ടും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാങ്കാണെന്ന് വേണമെങ്കിൽ പറയാം. ശ്രീലക്ഷ്മി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസ്കാരിക രംഗത്തായാലും സാമൂഹിക സേവന രംഗത്തായാലും ഒക്കെ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല എസ് ബി ടി. തിരുവിതാംകൂറിന്റെ സ്വന്തം ബാങ്ക് ആയിരുന്ന എസ് ബി ടി പിന്നീട് രാജഭരണകാലം കഴിഞ്ഞ സമയത്ത് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബാങ്കായി മാറുകയും ഇന്ത്യയിലുടനീളം ശാഖകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതിന്റെ 70ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു സംഗതി കൂടിയുണ്ട്. എസ് ബി ടിയുടെ ഉന്നതമായ പദവികളിൽ അലങ്കരിക്കുന്ന പ്രമുഖ വ്യക്തികൾ പലരും മലയാളികളാണ്. ഇ.കെ. ഹരികുമാർ സാർ അതിലൊരാളാണ്. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ഇതിൽ അതിഥിയായി ലഭിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബി പോസിറ്റീവിന്റെ യാത്രയിലുടനീളം കൂടെ നടക്കുകയും ഒപ്പം നടക്കുകയും വഴികാട്ടിയാവുകയും ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത എസ് പി ടിക്ക് ഈ അവസരത്തിൽ നന്ദി കൂടി അറിയിക്കുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാം. എനിക്ക് പറയാനുള്ളത്
നമസ്കാരം. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത്. സാമ്പത്തിക ഭദ്രത, നല്ല ബാങ്ക് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നാം ചോദിക്കും, എന്താണ് നല്ല ബാങ്ക്? ഒരു നല്ല ബാങ്ക് എന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ കൈത്താങ്ങായും തണലായും പ്രവർത്തിക്കുന്ന ഒന്നായിരിക്കണം. അത്തരത്തിൽ സൂര്യ തേജസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ചീഫ് ജനറൽ മാനേജറായ ശ്രീ ഇ.കെ. ഹരികുമാർ സാറിനെയാണ് നമുക്കിന്ന് ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. സ്വാഗതം സർ. നമസ്തേ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബാങ്കായും കേരളീയതയുടെ മുഖമുദ്രയുള്ള ഒരു ധനകാര്യ സ്ഥാപനമായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും 70 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ആ ഒരു പിറവി, ആ സമയത്തെക്കുറിച്ച് അങ്ങേക്കൊന്ന് ഓർക്കാമോ? 1946 സെപ്റ്റംബർ മാസം 12-ാം തീയതി അന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ജനനം. അന്ന് ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് എന്ന പേരിൽ തിരുവിതാംകൂർ അന്നത്തെ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ദീർഘവീക്ഷണത്തിൽ പിറവിയെടുത്തതാണ് അന്നത്തെ ട്രാവൻകൂർ ഫോർട്ട് ബാങ്ക്. അന്ന് നമുക്കറിയാം, കേരളം ഉണ്ടായിട്ടില്ല. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പല മേഖലകളിലായി തിരിഞ്ഞെടുക്കുകയായിരുന്നു. മലബാർ തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു, അന്നത്തെ മദ്രാസിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ തിരുവിതാംകൂർ ഭാഗത്ത് ബിസിനസ്സുകൾ വല്ലാണ്ട് വികസിക്കുകയും നമുക്ക് അടയ്ക്ക, കശുവണ്ടി, സീ ഫുഡ് ഇങ്ങനെയുള്ള പല സാധനങ്ങളുടെയും കയറ്റുമതിയും വിദേശ നാണ്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതിന് തക്ക ഒരു ധനകാര്യ സ്ഥാപനം കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കി ചെയ്തതിൻ്റെ ഒരു കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് തുടങ്ങിയിരുന്നത്. വെറും അന്ന് 2 കോടി രൂപ മൂലധനം, അത് വളരെ വലിയ തുകയാണ്. ആ മൂലധനത്തിൽ ആ സമയത്ത് ഇന്ന് നമുക്ക് 50 കോടിയാണുള്ളതെന്ന് ഓർക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ആ 2 കോടി രൂപയുടെ മൂലധനത്തിൽ 1946 തുടങ്ങി ഇപ്പോൾ 70 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന ബാങ്ക്. ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അതേ വയസ്സ് തന്നെയാണ് SBTക്ക്. നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികപരവുമായ ഒക്കെ ആ ഒരു വളർച്ചയ്ക്ക് നമ്മുടെ ബാങ്കിൻ്റെ പങ്ക് എപ്രകാരമാണ് സർ? ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനം നമുക്ക് 1946 തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 3ആയി വ്യക്തമായി നമുക്ക് തിരിക്കാം. ഒന്ന് ഏകദേശം 1960 വരെയുള്ള സമയം, 60 തൊട്ട് ഒരു 80 വരെയുള്ള സമയം, പിന്നെ 80-ന് ശേഷമുള്ള ഇപ്പോഴത്തെ സമയം. 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ ഘട്ടം 1960 വരെ. 60 വരെ അന്ന് കേരളമായിട്ടില്ല, കേരളമായി വരുന്നില്ല. 1956 കേരളം ഉണ്ടാകുന്നുണ്ട്. ആ തുടക്ക സംഭവമാണ്. ഞങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയിട്ടില്ല, ഞങ്ങളും ഫോർവേഡ് ട്രാവൻകൂർ ബാങ്കിൽ നിൽക്കുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഈ തിരുവിതാംകൂറിൻ്റെ അന്ന് നമ്മൾ സംസാരിക്കുക, കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവിതാംകൂർ മാത്രമായി ചിന്തിക്കണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ സംബന്ധിച്ച് പറയുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ധനകാര്യ ആവശ്യങ്ങളുടെ 100% ഞങ്ങളിൽ കൂടി മാത്രമാണ് നടന്നത്. കാരണം അതിന് മറുവശത്തുണ്ടായിരുന്ന മുഴുവൻ ഇന്ന് വേണമെങ്കിൽ ഒരു ബ്ലേഡ് കമ്പനികൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സംഘങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ അതിൻ്റെ മൂലധനത്തിൻ്റെ കുറവ് കൊണ്ടും അതിൻ്റെ നടത്തിപ്പിൻ്റെ പിടിപ്പേട് കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ അത് നല്ല രീതിയിൽ എന്നാൽ പുറകോട്ട് തള്ളപ്പെട്ടിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാത്രമാണ്. ഇവിടെ നല്ല രസകരമായ കാര്യം, നമ്മുടെ ട്രാവൻകൂർ ബാങ്ക് കേരളത്തിൻ്റെ ബാങ്ക് എന്നും അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ബാങ്ക് എന്നും തിരുവിതാംകൂർ മഹാരാജാവിനെ തുടങ്ങിയെന്ന് പറയെങ്കിലും ആദ്യത്തെ ബ്രാഞ്ച് തിരുവനന്തപുരത്താണ് തുടങ്ങിയതെങ്കിലും നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് തിരുവനന്തപുരം ആയിരുന്നില്ല, കേരളമായിരുന്നില്ല, അങ്ങ് മദ്രാസ് ആയിരുന്നു. അതെങ്ങനെയാണ് സാർ? അത് അന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂർ ധനകരമായി അത്രയധികം വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വികസിച്ച സ്ഥലങ്ങളാണ് മുംബൈ, ഇതുപോലെയുള്ള ബ്രിട്ടീഷ് കോളനികൾ, അവരുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൽ നമുക്ക് ഏറ്റവും അടുത്ത ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിൽ തുടങ്ങാൻ ചെയ്തത്. പക്ഷേ താമസിയാണ്ടത് കേരളത്തിലേക്ക് മാറി. ഞങ്ങളുടെ ആദ്യത്തെ ഒരു 15 ബ്രാഞ്ച് എടുത്താൽ അതിനകത്ത് 10 ബ്രാഞ്ചുകളും കേരളത്തിന് വെളിയിലായിരുന്നു. രണ്ടാമത്തെ ബ്രാഞ്ച് മുംബൈ ആയിരുന്നു, തെങ്കാശിയിൽ ബ്രാഞ്ച് ഉണ്ടായിരുന്നു, ചെന്നൈയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാഷണൽ ബാങ്കായിട്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിലായി കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറായി, കേരളമായി, പിന്നെ നമ്മുടെ ബാങ്ക് നാഷണലൈസേഷനായി, 69 നാഷണലൈസേഷനായി, പിന്നെ 80 അടുത്ത രാജ്യമാക്കി. അപ്പം നമ്മളൊരു നാഷണൽ മുഖ്യധാരയിൽ ബാങ്ക് എത്തിക്കഴിഞ്ഞു. ആ സമയത്തായിരുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനമായ മാറ്റങ്ങൾ സംഭവിച്ചത്. നമ്മുടെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ സമയം തൊട്ട് നമ്മുടെ പല കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മാറ്റങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അന്നത്തെ ഓരോ പടിയിലും ബാങ്ക് ഈ കേരളത്തിൻ്റെ വളർച്ചയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ് ആദ്യമായിട്ട് കേരളത്തിൽ ATM അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്ത് പറയാം?
ATM ആദ്യമായി കൊണ്ടുവന്നു എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തിരുവനന്തപുരത്ത് ആദ്യത്തെ ATM ഏകദേശം 20 വർഷം മുമ്പ് തന്നെ 15 വർഷം മുമ്പ് തന്നെ 15-20 വർഷം മുമ്പ് തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ATM മാത്രമല്ല മറ്റു പല കാര്യങ്ങളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആദ്യം വന്നതെന്ന് അഭിപ്രായമാണ്. ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആൻഡ് അസോസിയേറ്റ് ബാങ്കിൽ എടുത്താൽ ആദ്യമായിട്ട് ഫുൾ കമ്പ്യൂട്ടറൈസേഷൻ, എല്ലാ ബ്രാഞ്ചിലും കമ്പ്യൂട്ടറൈസേഷൻ. അതായത് ഒരു ബ്രാഞ്ചിൽ മാത്രം പോകുന്ന ഒരു ഇടപാടുകാരനല്ല, ഒരു ബ്രാഞ്ചിൻ്റെ ഇടപാടിനല്ല, ബാങ്കിൻ്റെ മൊത്തം ഇടപാട്. അത് മുംബൈയിൽ പോയാലും ഡൽഹിയിൽ പോയാലും കോഴിക്കോട് പോയാലും തിരുവനന്തപുരംകാരൻ ഒരാളിന് ഇടപാട് നടത്താനുള്ള സാഹചര്യം അതിനുള്ള സാഹചര്യവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ തന്നെയാണ് മുൻപന്തിയിലെത്തിയിട്ടുള്ളത്. ഒരു ധനകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് ഇടപാടുകാർക്കാണ്. ഒരു നല്ല രീതിയിലുള്ള ഇടപാട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം വിജയിക്കുകയുള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ കസ്റ്റമർ സർവീസ് രംഗത്തെപ്പറ്റി വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങക്ക് ഈ ഒരു അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ അഭിമാനം തോന്നുക, വളരെ അഭിമാനം തോന്നുക. അതിന് ഏറ്റവും പ്രധാന കാരണം ഇടപാടുകാരനില്ലെങ്കിൽ ബാങ്ക് ഇല്ലെങ്കിൽ ബാങ്കിൻ്റെ ഈ ബാങ്ക് പോലുള്ള മറ്റേ ധനകാര്യ സ്ഥാപനമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ തന്നെ മുഴുവൻ തകടം മറിഞ്ഞു പോകും. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ന് കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 100 ഇടപാടുകാർ 100 രൂപയുടെ ഇടപാട് കേരളത്തിൽ നടക്കുമ്പോൾ അതിനകത്ത് 26 രൂപയുടെ ഇടപാടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ കൂടെ മാത്രമാണ്. കേരളത്തിൽ ഞങ്ങളുടെ ബ്രാഞ്ചുകളാണെങ്കിൽ തന്നെ 1166 ബ്രാഞ്ചുള്ളതിനകത്ത് 836 ബ്രാഞ്ചും കേരളത്തിനുള്ളിലാണുള്ളത്. അതങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല സ്ഥലങ്ങളിലുമായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഇതിന് പുറമെയാണ് ATM കൗണ്ടർ. ഇതിലൊക്കെ പുറമെ വേറൊരു കാര്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മുൻകൈ എടുത്ത് സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് അക്ഷയ കേന്ദ്ര എന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ പ്രവർത്തനം അക്ഷയ കേന്ദ്ര പറഞ്ഞാൽ ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ഓഫീസുകൾ കേരളത്തിന് മുഴുവൻ തുറന്നിട്ടുണ്ട്. 1000-ഓളം സർവീസ് തുറന്നിട്ടുണ്ട്. ഇതിനകത്ത് 850-ഓളത്തിലും സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറുമായിട്ട് ബന്ധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പുതിയൊരു അക്കൗണ്ട് തുറക്കണം. ബാങ്കിൽ തന്നെ പോകണമെന്നതിന് ആവശ്യമില്ല. ഈ അക്ഷയ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ പാസ്പോർട്ടിന് ഫീസ് അടയ്ക്കുന്ന മാതിരി, ഇല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ടാക്സ് അടയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ നികുതി അടയ്ക്കുന്നത് പോലെ ഒരു ജോലിയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂറിൽ അക്കൗണ്ട് തുടങ്ങാം. ഇടപാടുകാർക്ക് മാത്രമല്ല, ജീവനക്കാർക്ക് പോലും അവരുടെ മാനസികമായും അവരുടെ പരിപോഷണത്തിനുള്ള ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ SBT മുൻപോട്ട് വയ്ക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? 2 രീതിയിൽ ബാങ്ക് അവരുടെ ബാങ്കിൻ്റെ ഉള്ളിലെ ഇടപാടുകൾ ഞങ്ങൾ തിരിക്കുന്നത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. ബാങ്കിനെ സംബന്ധിച്ചോളം പുറമേയുള്ള ഇടപാടുകാർ ബാങ്കിൽ അക്കൗണ്ട് വയ്ക്കുന്നവർ, ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ബാങ്കിലെ ഉള്ളിലെ സ്റ്റാഫ് അംഗങ്ങൾ. 2 പേർക്കും നമ്മൾ ഒരുപോലെയുള്ള പ്രയോജനവും ഉത്തേജനവും കൊടുക്കുന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം, നമ്മുടെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്, ഉള്ളിൽ നമ്മുടെ ജോലിക്കാർ, അവർക്ക് അവരുടെ കരിയർ പ്രോഗ്രഷന് വേണ്ടി വളരെ വ്യക്തമായ ഒരു വഴിത്താര തന്നെയുണ്ട്. ക്ലർക്ക് ജോയിൻ ഓഫീസറാവാനും ഓരോന്നെത്താനും അത് വളരെ സുതാര്യമായ ഒരു പ്രൊമോഷൻ എക്സസൈസ് ആയിട്ട് അവർക്ക് മാനേജിംഗ് ഡയറക്ടർ വരെ ആവാനുള്ള അവർക്ക് വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പ്രൊമോഷൻ കിട്ടി ബാങ്കിൻ്റെ ഉള്ളിൽ വരാൻ ഉള്ള ആവശ്യമില്ല, അവരിയ്ക്കുന്ന ഇതിൽ തന്നെ മതിയെന്നുണ്ടെങ്കിലും അവർക്ക് പരിപൂർണമായ മാനസികമായ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യമാണെങ്കിലും അവരുടെ ബാക്കിയുള്ള ജംഗമ കാര്യങ്ങൾ നോക്കുന്നതിന് കാര്യത്തിൽ വളരെ ഉദാരമായാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്നെനിക്ക് പൂർണ്ണമായുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് അവരുടെ മറ്റുള്ള വാസനകളെ പരിപോഷിപ്പിക്കുക. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ വന്ന് അതിൽ കൂടുതൽ വളർന്ന് അതിൽ കൂടി തന്നെ പുറത്തു പോയി വളർന്ന് വലുതായി ഒരുപാട് ആൾക്കാരുണ്ട്. സേതു സാറിൻ്റെ പേര് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ വളരെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ വരെ ഒരു നിർദ്ദേശനാണ്. പിന്നെ നമ്മുടെ തന്നെ സതീഷ് ബാബു പയ്യന്നൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഞങ്ങൾ വളരെ അഭിമാനമുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ ഒരു പുത്രനായി വന്ന വ്യക്തിയാണ്. VV കുമാർ, നമ്മുടെ സന്തോഷ് കുമാർ, ഒരുപാട് ആൾക്കാർ ബാങ്കിനകത്ത്, ഗ്രിഗറി പൊളിപ്പനോട്, പിന്നെ മിസ്റ്റർ JPN തമ്പി, അവർ നോവൽ എഴുതിയ ആള്, ഒരുപാട് ആൾക്കാർ ഈ കലാകാരന്മാർക്ക് വളരാനുള്ള ഒരു വേദിയാണ്. അതിനെ പരിപോഷിപ്പിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. മറുവശത്ത് സ്പോർട്സിലാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് 2 ക്രിക്കറ്റ് ടീമുണ്ട്, 2 ഫുട്ബോൾ ടീമുണ്ട്. ഈ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി ടീമിനകത്ത് 8ഓളം പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ആൾക്കാർ തന്നെയാണ്. അതേപോലെ ഫുട്ബോൾ ടീമിനാണ് ഇത്തവണ കളിച്ച നമ്മുടെ സന്തോഷ് ട്രോഫിനകത്ത് 7 പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ എംപ്ലോയീസ് ആണ്. അത് അവർക്ക് വളരെ അഭിമാനമാണ്. അവർക്ക് മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് സംഖ്യയുണ്ട്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊക്കെ വൈകിട്ട് 7 മണിക്കുള്ള സീരിയലിൽ പല ചാനലിൽ കാണുന്ന സീരിയലിനകത്തുള്ള പുരുഷ ശബ്ദത്തിൻ്റെ ഉടമ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ നന്ദകുമാറാണ്, ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യുന്ന മിസ്റ്റർ നന്ദകുമാർ. MJ ശ്രീകുമാർ ഞങ്ങളുടെ വളർത്തുപുത്രനാണ്. അതുപോലെ തന്നെ SBTയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് സാഹിത്യ അവാർഡുകൾ. ശരിക്കും SBT സംഘടിപ്പിക്കാറുള്ള സാഹിത്യ സമ്മേളനങ്ങളും ക്യാമ്പുകളും ഒക്കെ ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയവയാണ്. ശരിക്കും ബാങ്കിൻ്റെ ഈ വക താല്പര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം.
ഞങ്ങൾ പ്രതിഭാ സമ്മാൻ എന്ന് പറഞ്ഞിട്ട് മലയാളികൾ ഇത് വേറെ രീതിയിൽ പറഞ്ഞാൽ കേരളീയരായിട്ടുള്ള ഏറ്റവും പ്രശസ്തരായ വ്യക്തികളെ ഞങ്ങൾ അനുമോദിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാർക്ക് ഉദാഹരണത്തിന് ONV കുറുപ്പ് സാറ്, കാവാലം സച്ചിദാനന്ദൻ, ജോർജ് ഓണക്കൂർ, സുഗതകുമാരി മേഡം, സുകുമാർ അഴീക്കോട്, ഇതുപോലുള്ള ആൾക്കാർ വളരെ പ്രസിദ്ധി കിട്ടിയ ആൾക്കാർക്ക് മാത്രമല്ല വളർന്നു വരുന്ന കലാകാരന്മാർ എന്ന രീതിയിൽ ഓരോ വർഷം 10ഓളം ആൾക്കാർക്ക് ഓരോരോ പ്രത്യേക ഫീൽഡിൽ നമ്മൾ അവാർഡ് കൊടുത്ത് അവരെ പരിപോഷിക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ കൊല്ലത്ത് വെച്ചിട്ട് കേരള സാഹിത്യ അക്കാദമിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു 3 ദിവസത്തെ ഒരു ശില്പശാല നമ്മൾ നടത്തിയിരുന്നു. അതിന്റെ ലക്ഷ്യം എന്താണ്? അത് ഒരു വളർന്നു വരുന്ന സാഹിത്യകാരന്മാർക്ക് വളർന്നു കഴിഞ്ഞ സാഹിത്യകാരന്മാരുമായിട്ടൊരു ബന്ധമുണ്ടാക്കുക, ചർച്ച ഉണ്ടാക്കുക, അവർക്ക് വലുതാവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, അവിടെ താമസിച്ച് അവരെ കൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ നോക്കിയാലും അവിടെ ഒരു സഹായ ഹസ്തമായിട്ട് SBT ഉണ്ട് മുൻപന്തിയിൽ തന്നെ. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു സത്പ്രവൃത്തികളിലൂടെ കിട്ടുന്ന ആ ഒരു സദ്ബലവും ആത്മസംതൃപ്തിയൊക്കെ ഒരു മുഖ്യ സാരഥി എന്ന നിലയിൽ അങ്ങ് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? നിങ്ങൾ പറയുന്ന നല്ലൊരു ചോദ്യമാണിത്. കാരണം നമുക്ക് ആസ്വാദനം നമുക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ അത് ഇൻക്ലൂസീവ് ആയിരിക്കണം. അത് എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടണം. ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് പ്രയോജനപ്പെടണം വേണം. അതിന് ചെയ്യുന്നത് എല്ലാ ആൾക്കാരും കൂടെ ചേർന്നായിരിക്കണം ചെയ്യേണ്ടത്. എനിക്ക് നല്ലൊരു അഭിമാനം എന്താ വെച്ചാൽ ഈ നമ്മൾ നിലയിലെത്തിയിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ നമ്മുടെ സാഹിത്യഗൃഹം അത് എൻ്റെ എറണാകുളത്തെ ജനറൽ മാനേജറായ ഹരിശങ്കറും ഇല്ലെങ്കിൽ തൃശ്ശൂരിലെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ രാധാകൃഷ്ണ റാവുജി മാത്രമല്ല, പേരെടുത്തും പറയാൻ അറിയാത്ത ആയിരക്കണക്കിന് നൂற்றுകണക്കിന് ഓഫീസർമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട്, ക്ലർക്കന്മാർ ചേർന്നുകൊണ്ട്, പ്യൂണന്മാരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അതിനെ വിജയമാക്കിയത്. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ഗോയിങ് ബിയോണ്ട് അവർ ബാലൻസ് ഷീറ്റ് ആൻഡ് ഫിഗേഴ്സ് നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സമാന കോർപ്പറേറ്റ് സൊസൈറ്റി മിക്കവാറും ഇതെനിക്കൊന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. മിക്കവാറും പല സ്ഥാപനങ്ങളിലും പബ്ലിക് സെക്ടർ ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, ഇത് ഒരു അഡീഷണൽ ടാക്സ് ആയിട്ട് കാണുക. നമ്മൾ 30% സർക്കാർ ടാക്സ് കൊടുക്കണം, 2% ഇതിനു വേണ്ടി ചെലവഴിക്കണം എന്നുള്ള ഒരു മനസ്സിൽ ആഗ്രഹമില്ലാണ്ട് ചെയ്യണം. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ട്രാൻസ്ഫർ എനിക്ക് ഉറപ്പുണ്ട് സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ 1984 തന്നെ ഞങ്ങൾ സോഷ്യൽ സർക്കിൾ എന്നൊരു സംഭവം വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഈ JPN തമ്പി സാറിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത്. അതെന്താ വെച്ചാൽ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് അതാത് സ്ഥലത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ബാങ്കിൻ്റെ 70ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു മ്യൂസിയം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് താങ്കളുടെ നേതൃത്വത്തിൽ. അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ സർ? കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സ്റ്റേറ്റ് ബാങ്ക് ട്രാൻസ്ഫറിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് ഇനി വരും തലമുറയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടക്കുന്ന ചെതറിക്കിടക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ കൊണ്ടുവന്ന് ആൾക്കാർക്ക് കാണിക്കുവാനും അവർക്ക് മനസ്സിലാക്കുവാനും, പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികൾ, ചരിത്ര പഠിത ആൾക്കാർക്ക്, സാധാരണക്കാരനായി നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഒരു സ്ഥാപനം. ഇത് നമ്മൾ തിരുവനന്തപുരത്ത് കവടിയാറിൽ, ഞങ്ങൾ പറയും കവടിയാറിൽ ഒരു കെട്ടിടം, ഞങ്ങളുടെ ബാങ്കിൻ്റെ സ്വന്തം കെട്ടിടത്തിൽ ഞങ്ങളുടെ ഇടതുവശത്ത് ഞങ്ങളുടെ ഓണറായ രാജകുടുംബവും വലതുവശത്ത് ഞങ്ങളുടെ പുതിയ ഓണറായ രാജഭവനും, അതിന് രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഏപ്രിൽ മാസം 14-ാം തീയതിയോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഞങ്ങൾ ഒരു നമ്മുടെ റിട്ടേൺ ഹിസ്റ്ററി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ബാങ്കിൻ്റെ 3 മുൻ ഉദ്യോഗസ്ഥന്മാരായ മിസ്റ്റർ KT രാജഗോപാലൻ, മിസ്റ്റർ JPN തമ്പി, മിസ്റ്റർ T ബാലകൃഷ്ണൻ, ഇവർ 3 പേർക്കും ചേർന്നുകൊണ്ട് അവർ എഴുതി കഴിഞ്ഞു. ഒരു ഹേമചന്ദ്രൻ, അദ്ദേഹം റിട്ടയർഡ് ഡയറക്ടർ ഓഫ് ആർക്കീവ്സ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു സഹായത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികമായ സഹായത്തോടു കൂടി നമ്മൾ പുസ്തകം ശരിയാക്കുന്നുണ്ട്. നമ്മൾ ബാങ്കിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു, വളരെ വിശദീകരണങ്ങളിലൂടെ കടന്നുപോയി. ഇനി അങ്ങയുടെ പേഴ്സണൽ ലൈഫിലേക്ക് തിരിയുകയാണ്. ശരിക്കും കുടുംബത്തെ പറ്റി ഒന്ന് പറയാമോ സർ? ഞാനിവിടെ തിരുവനന്തപുരംകാരനാണ്. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, ഇവിടെ അടുത്ത് പേയാട് എന്ന ഗ്രാമം, പേയാട് വിളപ്പിശാല, അവിടെയാണ് എൻ്റെ വീട്. ഞാൻ അവിടെ ഒരു നാട്ടുമ്പുറത്തെ ഒരു മലയാളം മീഡിയം സ്കൂളിൽ അന്തിയൂർക്കോണം LPS അവിടെ പഠിച്ച് അവിടെ നിന്ന് വളർന്ന് തിരുവനന്തപുരത്ത് തന്നെ കല്യാണം കഴിച്ചു. ഇവിടെ ശ്രീലത, ഇവിടെ പൂജപ്പുര മഹിളാമന്ദിരം സ്കൂളിലെ ടീച്ചറാണ്, അവിടെ കല്യാണം കഴിച്ചു. അവളും തിരുവനന്തപുരംകാരിയാണ്. ഇവിടെ പഠിച്ചത് ഇവിടെ ഇത് ജോലി ഇവിടെ എല്ലാം അങ്ങനെ ഒരു പൂർണ്ണമായി കഴിഞ്ഞു പോകാനാണ്. എനിക്ക് ഒരേ ഒരു മകള് മാത്രമേ ഉള്ളൂ, പാർവതി, കല്യാണം കഴിച്ചു. ഭർത്താവ് ശ്രീജേഷ്, അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. അയച്ചു. അവർ രണ്ടുപേരും ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുകയാണ്. അവർക്കൊരു കൊച്ചുമോളുമുണ്ട്, ആദ്യ. ശരിക്കും അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ദീർഘമായ സർവീസ് കാലയളവ് അങ്ങേക്കുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങേക്ക് എന്ത് തോന്നും?
ഒന്ന് ദൈവത്തിനോട് നന്ദി തോന്നുന്നു. കാരണം ഈ പറഞ്ഞൊരു ഈ അന്തിയൂർക്കോണം LP സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച് രാജ്യത്തിൻ്റെ തന്നെ അതെ ഇതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ജോലി കിട്ടാൻ ഭാഗ്യം കിട്ടി. ഞാൻ അത് നിങ്ങൾ ചോദിച്ച വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കിലല്ല ഞാൻ ചോദിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ വേറൊരു ഞാനാവുമായിരുന്നു. എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഇന്ത്യയിലെ നമ്മുടെ ഈ 3 പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുടെ അതിമധികമായ സ്നേഹമോ പ്രേമങ്ങളാണ്. ഒന്ന് ഇന്ത്യൻ റെയിൽവേ, 2 ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്, 3 ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. അതിനോട് വളരെ വ്യക്തമാണ്. അതാണ് സമൂഹത്തിൽ ഇത്രമാത്രം മാറ്റാൻ സാധിക്കുന്ന മാറ്റങ്ങൾ വരുത്തിയ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പം അതിൽ ഭാഗഭാക്കാവുകയും അതിൽ കൂടി പണസംബന്ധമായും അല്ലാതെയും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത് വളരെ വളരെ വലിയൊരു മഹാഭാഗ്യം തന്നെയാണ്. അങ്ങയോട് ഇത്രയും വിലപ്പെട്ട സമയം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞങ്ങൾക്ക് അഭിമാനിക്കാം ഞങ്ങളുടെ 50ാമത്തെ എപ്പിസോഡാണ് എന്ന്. ശരിക്കും അതിഥിയായിട്ടെത്താൻ വളരെയധികം അർഹതയുള്ളൊരു വ്യക്തിയാണ് എന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ശരിക്കും സാറിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ സാറിനെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നാം ഇന്ന് സംസാരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ജഗദീശ്വരൻ അദ്ദേഹത്തിന് അതിനുള്ള സകല സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്ദി. ബി പോസിറ്റീവ്. ശ്രീലക്ഷ്മി, ഞാനൊരു ചൈനീസ് പഴമൊഴി കേട്ടിട്ടുണ്ട്. ഒരു തലമുടി നാരിന് പോലും ഭൂമിയിൽ അതിൻ്റെ നിഴൽ പതിപ്പിക്കാൻ സാധിക്കും. അറിവുള്ളവർ പറയാറുണ്ട്, ഒരു കയ്യൊപ്പ് അവശേഷിപ്പിച്ചിട്ട് പോവുക ഭൂമിയിൽ. അതായത് ഞാനിവിടെ ജീവിച്ചിരുന്നു എന്ന് ഭാവിയിൽ വരുന്ന തലമുറ ഓർക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോവുക. നമ്മുടെ ഓരോരുത്തരുടെ ജനനത്തിനും ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകരോട് ഇന്ന് പറയാനുള്ള കാര്യം, തങ്ങളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക, തങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഭാവിയിൽ പലരും നമ്മളെ ഓർക്കുന്നത് നാം ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോയ നമ്മുടെ ഇത്തരം ഓർമ്മകളിലൂടെ ആയിരിക്കും അല്ലേ. എന്തായാലും നമ്മുടെ 50ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഞങ്ങളെ ഇതുവരെ വഴി നടത്തിച്ചത്. ഞങ്ങൾക്ക് അത് വളരെ ഊർജ്ജമാണ് നൽകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ട വിലാസം ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടികുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 047124666160. ഇമെയിൽ panorama.tvmedia@gmail.com.